ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ന് 2026 ജൂലൈ 2-ാം തീയതിയാണ്. ഇന്ന് രാവിലെ ഡൽഹിയിൽ, അതായത് ഞാൻ താമസിക്കുന്ന തെക്കേ ഡൽഹിയിൽ പുലർച്ചെ നല്ല മഴ പെയ്തു. മഴയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ മഴ നോക്കി ഇരുന്നു കൊണ്ട് വായിച്ചത് ഒരു മലയാള കവിതയായിരുന്നു. ആ കവിതയെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റ്. മഴത്തുള്ളിയെക്കുറിച്ച് വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയ ഒരു കവിത. ഈ കവിതയുടെ പേര് ഗാന്ധി ദർശനം എന്നാണ്. 1975 ജൂലൈ 27-ാം തീയതി വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയ കവിതയാണിത്. അതിമനോഹരമായ കവിതയാണ്. അതുകൊണ്ടാണ് ഈ മഴയത്ത് മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കവിത ഞാനെടുത്ത് വായിച്ചതും ഇങ്ങനെയൊരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്നാലോചിച്ചത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ആചാര്യ കലേൽക്കർ എന്ന പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കാക്കാ സാഹേബ് കലേർക്കർ, ആചാര്യ കാക്കാ സാഹേബ് കലേർക്കർ എന്നൊക്കെ അറിയപ്പെട്ട പ്രമുഖനായ ഗാന്ധി ശിഷ്യനായിരുന്നു. വർഷങ്ങളോളം ഗാന്ധിയുടെ കൂടെ സബർമതി ആശ്രമത്തിൽ താമസിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത വലിയ എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന ആചാര്യ കാക്കാ സാഹേബ് കലേൽക്കർ. അദ്ദേഹവും മഹാത്മാഗാന്ധിയും കൂടി സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഉത്തര കർണാടകത്തിൽ പോയി. അവിടെയുള്ള അതിപ്രശസ്തമായ ഗരിസപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലായിരുന്നു ഇവർ തങ്ങിയിരുന്നത്. ഈ വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഗരിസപ്പയിലെ വെള്ളച്ചാട്ടം. വിഷ്ണു നാരായണൻ നമ്പൂതിരി സാറ് ഈ കവിതയിൽ തുംഗഭദ്ര നദിയിലുള്ള വെള്ളച്ചാട്ടം എന്നാണ് പരാമർശിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ ഗരിസപ്പ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഉത്തര കർണാടകത്തിൽ തന്നെയുള്ള ശരാവതി നദിയുടെ തീരത്തുള്ളതാണ്. പക്ഷേ നമ്പൂതിരി സാറ് ഇതിനെ തുംഗഭദ്രയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. കവിതകളുടെ അടിക്കുറിപ്പിലും ഗരിസപ്പ വെള്ളച്ചാട്ടം എന്നും എഴുതിയിട്ടുണ്ട്, തുംഗഭദ്ര നദിയിലും എന്നെഴുതിയിട്ടുണ്ട്. ഈ ഗരിസപ്പ വെള്ളച്ചാട്ടം 830 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഗരിസപ്പ വെള്ളച്ചാട്ടം. നയാഗ്ര വെള്ളച്ചാട്ടമാകട്ടെ 173 അടി ഉയരത്തിൽ നിന്ന് മാത്രമാണ് വീഴുന്നത്. നയാഗ്ര വെള്ളച്ചാട്ടം 173 അടി ഉയരത്തിൽ നിന്ന് മാത്രം വീഴുമ്പോൾ ഗരിസപ്പ വെള്ളച്ചാട്ടം 830 അടി ഉയരത്തിൽ നിന്ന് വീഴുന്നു. ഈ ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടം എന്നുള്ളതാണ് ഈ കവിതയിലെ പ്രമേയം. കവിതയിലെ പ്രമേയത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നത് ഈ ഉയരക്കണക്കിൽ നിന്നാണ്. മഹാത്മാഗാന്ധി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരത്തിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന കൗതുകകരമായ കാഴ്ചയാണ് ഈ കവിതയുടെ പ്രമേയം. അപ്പോൾ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉത്തര കർണാടകത്തിലുണ്ടായിരുന്ന സമയത്ത് കൂടെ ആചാര്യ കലേർക്കറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആചാര്യ കലേർക്കർ പറയുകയാണ്, വളരെ നാൾ കൂടിയുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ബാപ്പുവിനോട് ഉണർത്തിക്കുകയാണ്. ഇതിനടുത്താണ് ഈ വെള്ളച്ചാട്ടം. അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. എല്ലാവരും ഈ നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഈ വെള്ളച്ചാട്ടം ഒരു പ്രാവശ്യം ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം പ്രശസ്തമാവുകയും ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി ഇത് മാറുകയും ഒക്കെ ചെയ്യും എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ആചാര്യ കലേർക്കർ ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്കൊരിക്കൽ അവിടം വരെ ഒന്ന് പോയി ഈ വെള്ളച്ചാട്ടം കണ്ടാലോ, ഏതായാലും നമ്മളിവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഗാന്ധിജിയുടെ മറുപടി, ഞാൻ ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലും, ഏകാഗ്രതയ്ക്ക് ഭംഗം തട്ടുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറയും. അപ്പോൾ ആചാര്യ കലേർക്കർ പറയുകയാണ്, മഹാത്മാവ് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ആര് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകും? എത്ര ഉയരത്തിൽ നിന്നാണ് വരുന്നത്? എല്ലാവരും നയാഗ്ര എന്ന് പറഞ്ഞ് പ്രശസ്തമാക്കുമ്പോൾ നമ്മളൊന്ന് പോയി കാണേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ മറുപടി ഒരു കവി പറയുന്നത് പോലെയുള്ള മറുപടിയാണ്, ഒരു സന്യാസി പറയുന്നത് പോലെ ഒരു മറുപടിയാണ്, നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. ആചാര്യ കലേർക്കർ ഗാന്ധിജിയോട് പറയുകയാണ്, എത്ര ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ
മഹാത്മാഗാന്ധി തിരിച്ചു ചോദിക്കുകയാണ്, അതിലും എത്രയോ ഉയരത്തിൽ നിന്നാണ് ഈ മഴത്തുള്ളി വരുന്നത് എന്ന്. ഇന്ന് രാവിലെ ഡൽഹിയിലിരുന്ന് അത്രയും ഉയരത്തിൽ നിന്നും മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ഓർത്ത കവിതയാണ്. ആ കവിത ഞാൻ ഡെയിലി താലി പോഡ്കാസ്റ്റിൽ ഇന്ന് വായിക്കുകയാണ്. കവിത ചൊല്ലിപ്പാടാൻ എനിക്കറിയില്ല, കവിത ഞാൻ വായിക്കുകയാണ്. നമ്പൂതിരി സാറ് കവിതയ്ക്ക് എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പ് ഞാൻ ആദ്യം വായിക്കാം. തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ് സാഗരം. അവിടെ അടുത്തുള്ള ഗ്രിസപ്പ അഥവാ യോഗ ജലപാതം നയാഗ്രയുടെ 3 ഇരട്ടി ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള തൻ്റെ ഈ അനുസ്മരണം ആചാര്യ കലേൽക്കർ ജീവനലീലയിൽ വിവരിച്ചിട്ടുണ്ട്. ഇതാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി കവിതയുടെ അടിക്കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ കവിതയിലേക്ക് പോവുകയാണ്. ഗാന്ധി ദർശനം. മധുരം സാഗരഗ്രാമം, തുംഗാതീരം മഹാപഥം. മധുരം സാഗരഗ്രാമം, തുംഗാതീരം മഹാപഥം. മധുരോദാരമാഷാഢ സന്ധ്യാ സലില സംഗമം. മധുരം സാഗരഗ്രാമം, തുംഗാതീരം മഹാപഥം. മധുരോദാരമാഷാഢ സന്ധ്യാ സലില സംഗമം. കടന്നു മുന്നിലേക്കെത്തി കവി ഉള്ളം തരിക്കയാൽ അതിലജ്ജയോടെന്നാലും ഗുരുവോടോതി ഇങ്ങനെ. കടന്നു മുന്നിലേക്കെത്തി കവി ഉള്ളം തരിക്കയാൽ അതിലജ്ജയോടെന്നാലും ഗുരുവോടോതി ഇങ്ങനെ. ഏറെ നാളായി ഒരുങ്ങുന്നേൻ ഒരു മോഹമുണർത്തുവാൻ. ഏറെ നാളായി ഒരുങ്ങുന്നേൻ ഒരു മോഹമുണർത്തുവാൻ. അനുഗ്രഹിക്കണം ചൊല്ലൂ കാര്യം എന്നായി ദേശികൻ. ചൊല്ലൂ കാര്യം എന്ന് ഗാന്ധി പറഞ്ഞു. ഏറെ നാളായി ഒരുങ്ങുന്നേൻ ഒരു മോഹമുണർത്തുവാൻ. അനുഗ്രഹിക്കണം ചൊല്ലൂ കാര്യം എന്നായി ദേശികൻ. സത്യദീക്ഷാവരം നേടി സദാഗതികളായി നാം തിടുക്കത്തിൽ തിടുക്കത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അണഞ്ഞു വേല ചെയ്യുന്നു. ചോര നീരാക്കിടുന്നു നാം. എന്നാൽ അമ്മ വിളിക്കുന്നു തൻ വാത്സല്യം നുണയ്ക്കുവാൻ, തൻ മാർത്തട്ടിൽ ഇളകൊള്ളുവാൻ, തൻ്റെ താരാട്ടു കേൾക്കുവാൻ. സത്യദീക്ഷാവരം നേടിയിട്ട് സദാഗതികളായിട്ട് നാം തിടുക്കത്തിൽ തിടുക്കത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അണഞ്ഞ് ചോര നീരാക്കി വേല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആചാര്യ കലേൽക്കർ ഗാന്ധിയോട് പറയുകയാണ്. എന്നാൽ ഇതാ ഭൂമാതാവ് വിളിക്കുന്നു. എന്നാൽ അമ്മ വിളിക്കുന്നു തൻ വാത്സല്യം നുണയ്ക്കുവാൻ. എന്നാൽ അമ്മ വിളിക്കുന്നു തൻ വാത്സല്യം നുണയ്ക്കുവാൻ, തൻ മാർത്തട്ടിൽ ഇളകൊള്ളുവാൻ, തൻ്റെ താരാട്ടു കേൾക്കുവാൻ. അപ്പോൾ വളരെ രസകരമാണ് ഗാന്ധിജിയുടെ മറുപടി. വളച്ച് കെട്ടി പറയാതെ പെട്ടെന്ന് പറയൂ. നമുക്കറിയാം മഹാത്മാഗാന്ധി സമയത്തിന് കൊടുത്തിരുന്ന വലിയ വില എന്തായിരുന്നു എന്ന്. അതുകൊണ്ട് വളച്ച് കെട്ടാതെ കാര്യം പറയൂ എന്നുള്ളത് നമ്പൂതിരി സാറ് വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആചാര്യ കലേൽക്കർ എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് ഗാന്ധിജി ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. പാടില്ലേ കവിക്ക് മിതഭാഷണം. പാടില്ലേ കവിക്ക് മിതഭാഷണം. പെട്ടെന്ന് പറയൂ എന്താ പറയാനുള്ളത് എന്ന് പറയും. അപ്പോൾ ആചാര്യ കലേൽക്കറുടെ മറുപടി, ചുരുക്കിച്ചൊല്ലുവൻ കാര്യം ഒരൊറ്റ ദിവസം ഭവാൻ എനിക്കായി നീക്കിവെക്കണം, എന്നൊപ്പം സഞ്ചരിക്കണം. ചുരുക്കി പറഞ്ഞു, ചുരുക്കിച്ചൊല്ലുവൻ കാര്യം ഒരൊറ്റ ദിവസം ഭവാൻ എനിക്കായി നീക്കിവെക്കണം, എന്നൊപ്പം സഞ്ചരിക്കണം. പ്രസിദ്ധമാം യോഗധാര പേരാളും ജലപിഞ്ചിക. വെള്ളച്ചാട്ടം. പ്രസിദ്ധമാം യോഗധാര പേരാളും ജലപിഞ്ചിക ഒന്നു കണ്ടു മടങ്ങിയിടാം എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ പുഞ്ചിരി ചോദിനാൻ ഗുരു, പോയി വരൂ താങ്കൾ. എന്നിഷ്ടം പോലെ ഓരോന്ന് ചെയ്യുവാൻ അവകാശം എനിക്കില്ല സ്വാതന്ത്ര്യോദയം വരെ. ആചാര്യ കലേൽക്കറോട് ഗാന്ധിജി പോകണ്ട എന്ന് പറയുന്നില്ല, പൊക്കോളൂ, പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യോദയം വരെ മറ്റൊരു കാര്യം ചെയ്യുവാനും സമയമില്ല എന്നുള്ളതാണ്. പോയി വരൂ താങ്കൾ, എന്നിഷ്ടം പോലെ ഓരോന്ന് ചെയ്യുവാൻ അവകാശം എനിക്കില്ല സ്വാതന്ത്ര്യോദയം വരെ. പണി ചെയ്ത് ഇന്ത്യതൻ മക്കൾ ഉണ്ടുറങ്ങുന്ന നാൾ വരെ. സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, പണി ചെയ്ത് ഇന്ത്യയുടെ മക്കൾ ഉണ്ട് സമാധാനമായിട്ട് ഉറങ്ങുന്ന കാലം വരെ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി.
പോയി വരൂ താങ്കൾ, എന്നിഷ്ടം പോലെ ഓരോന്ന് ചെയ്യുവാൻ അവകാശം എനിക്കില്ല. സ്വാതന്ത്ര്യോദയം വരെ പണി ചെയ്ത് ഇന്ത്യതൻ മക്കൾ ഉണ്ടുറങ്ങുന്ന നാൾ വരെ. അപ്പോൾ കവിയുടെ മുഖത്ത് നിഴലാണ്ടു മുഖം, പക്ഷേ നീട്ടുന്നു തിരി പിന്നെയും പറഞ്ഞു നോക്കുകയാണ് കലേർക്കർ. നിഴലാണ്ടു മുഖം, പക്ഷേ നീട്ടുന്നു തിരി പിന്നെയും കവി. മുറ്റത്തെ മുല്ലയ്ക്ക് ഗുണം കാൺമീല താങ്കളും മുറ്റത്തെ മുല്ലയ്ക്ക് മണം കാണുന്നില്ല. സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ അതൊന്നും കാണാൻ താങ്കൾക്ക് സമയമില്ല. നിഴലാണ്ടു മുഖം, പക്ഷേ നീട്ടുന്നു തിരി പിന്നെയും കവി. മുറ്റത്തെ മുല്ലയ്ക്ക് ഗുണം കാൺമീല താങ്കളും. നയാഗ്ര നിർച്ഛരം കേമം. നയാഗ്ര വെള്ളച്ചാട്ടം വലിയ കേമമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നയാഗ്ര നിർച്ഛരം കേമം കൊട്ടിഘോഷിപ്പൂ സർവരും. അതിൻ 3 മടങ്ങുള്ള പൊക്കം വിട്ടു പതിക്കുമീ യോഗധാരയ്ക്കില്ലെന്നോ മഹാദർശന യോഗവും. നയാഗ്ര നിർച്ഛരം കേമം കൊട്ടിഘോഷിപ്പൂ സർവരും. അതിൻ 3 മടങ്ങുള്ള പൊക്കം വിട്ടു പതിക്കുമീ യോഗധാരയ്ക്കില്ലെന്നോ മഹാദർശന യോഗവും. താങ്കളെപ്പോലെയുള്ള മഹാത്മാവിൻ്റെ ദർശനയോഗം ഈ 3 ഇരട്ടി, നയാഗ്രയേക്കാൾ 3 ഇരട്ടി മുകളിൽ നിന്ന് പതിക്കുന്ന ഈ ജലപാതത്തിന് താങ്കളുടെ ദർശനയോഗം ഇല്ലായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴൊരു മറുചോദ്യം മഹാത്മാഗാന്ധി ആചാര്യ കാക്കാ സാഹേബ് കലേർക്കറിനോട് ചോദിക്കുകയാണ്. അതാണ് ഈ കവിതയുടെ ഊന്നൽ. അതാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി സാറിനെ കൊണ്ട് ഈ കവിത എഴുതിച്ചതും. മറുചോദ്യത്തിലൂടെത്തി ഗുരുവിനുത്തരം ക്ഷണം. മറുചോദ്യത്തിലൂടെത്തി ഗുരുവിനുത്തരം ക്ഷണം. എത്ര പൊക്കത്തിൽ നിന്നാണ് ഈ മഴത്തുള്ളി വരുന്നത്? മറുചോദ്യത്തിലൂടെത്തി ഗുരുവിനുത്തരം ക്ഷണം. എത്ര പൊക്കത്തിൽ നിന്നാണ് ഈ മഴത്തുള്ളി വരുന്നത്? ഇനി നമ്പൂതിരി സാറിൻ്റെ കവിതാ സമാപ്തി പദങ്ങളാണ്. കവിത അവസാനിപ്പിക്കുകയാണ്. പൂഴിമൺതരിയും വിഷ്ണുപദവും ചേർത്ത മിന്നലേ. വിഷ്ണുപദത്തിനെയും പൂഴിമണ്ണിനെയും ചേർത്ത് നിർത്തുന്ന ഒരു മിന്നലിനെ പോലെ. പൂഴിമൺതരിയും വിഷ്ണുപദവും ചേർക്കുന്ന മിന്നലേ, നീ നിൻ്റെ ഈ പരാഭാഷ പഠിച്ചത് ഈ സ്ഥിതപ്രജ്ഞയിൽ നിന്നാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് കവിത അവസാനിപ്പിക്കുന്നത്. പൂഴിമൺതരിയും വിഷ്ണുപദവും ചേർത്ത മിന്നലേ, പഠിപ്പേൻ നിൻ പരാഭാഷ ഈ സ്ഥിതപ്രജ്ഞയെങ്കിലേ. 1975 ജൂലൈ 27 വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയ കവിതയാണ് ഗാന്ധി ദർശനം. ഇന്ന്, അതായത് 2026 ജൂലൈ 2 രാവിലെ ഡൽഹിയിൽ മഴ പെയ്തപ്പോൾ അങ്ങ് മുകളിൽ നിന്നൊരു മഴത്തുള്ളി താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്പൂതിരി സാർ എഴുതിയ ഈ കവിതയാണ്. ഗാന്ധിജിയുടെ ആ മറുചോദ്യമാണ്, ശിഷ്യനോടുള്ള മറുചോദ്യമാണ്. ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.